ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിങ് ന്യൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ കൊഞ്ചും ക്യാരറ്റും വെച്ചിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ കൊഞ്ച് കറിക്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മാത്രം മതിയാവും ചോറ് കഴിക്കാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർ ഒത്തിരി പേര് കാണും തോരനായിട്ടൊന്നും. അപ്പോൾ അവർക്കായാലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഒത്തിരി സന്തോഷത്തോടെ കഴിക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കാം. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ക്യാരറ്റ് തോരൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ച് എടുക്കുക. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. ക്യാരറ്റ് ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യണേ. ഇതിലേക്കൊരു 3-4 വറ്റൽമുളക്. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും സവാളയും മുളകും എല്ലാം കൂടി ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണേ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ ഒരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ആവിയിൽ തന്നെ ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 കൊഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യണേ. സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ തോരത്തിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കൊഞ്ചിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സോൾട്ട് മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഓയിൽ, ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ട് കൊഞ്ചിൽ പിടിക്കത്തക്ക രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കുക. കൊഞ്ച് ഞാനപ്പോൾ ഇവിടെ മാരിനേറ്റ് ചെയ്തു. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചേക്കാം. കൊഞ്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നമുക്ക് കൊഞ്ച് 2 രീതിയിൽ ചെയ്തെടുക്കാം. ഒന്നീ നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം പച്ചവെള്ളത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായി, ഞാനിതിലേക്ക് കൊഞ്ച് ആഡ് ചെയ്യുവാണ്. നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും ശരി, നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണെങ്കിലും ശരി, ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതിയാകും കേട്ടോ. ബാക്കി നമ്മൾ ക്യാരറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് വെന്തോളും. ക്യാരറ്റ് എന്തായെന്ന് നോക്കാം. കണ്ടോ, ക്യാരറ്റ് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ക്യാരറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ അടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ആ ടൈം കൊണ്ട് നമുക്ക് കൊഞ്ചും വേവിച്ചെടുക്കാൻ പറ്റും. കൊഞ്ച് അപ്പോൾ ഇവിടെ 80% കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഇനി തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തിരികെ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, 1 ടീസ്പൂൺ വറുത്ത മുളക് പൊടി. എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കൊഞ്ചിപ്പോൾ തണുത്തിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പോൾ കൊഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ തോരത്തിന് നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തൊന്ന് അരച്ചു എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കൊഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ തോരത്തിൽ നമ്മൾ അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് അരയരുത്, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്താൽ മതി, അത്രയും മതിയാവും. അപ്പം അങ്ങനെ അരച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവരോ, ഇപ്പോൾ വലിയ കൊഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തു. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്യാരറ്റൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരുന്ന അരപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം ലിഡ് വെച്ചിട്ട് പാൻ ഒന്നൊരു 2 to 3 മിനിറ്റ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ക്യാരറ്റും അരപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുവാണേ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.